അത് നടന്നില്ല എങ്കിൽ ഫയർ എഞ്ചിൻ ചെല്ലുന്ന പോലെ ഞാൻ ചെല്ലും. എനിക്കൊരു മാറ്റവുമില്ല. ആരെയാണ് ഇവർ പേടിപ്പിക്കുന്നത്? ഇലക്ഷൻ നിന്നെന്നും പറഞ്ഞ് റോഡിൽ കാണിക്കുന്ന അംഗങ്ങളാണ്. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇവർ തടസ്സപ്പെടുത്തുന്നത്. അതൊക്കെ തെറ്റല്ലേ? മോട്ടോർ വാഹന വകുപ്പിനോടും സർക്കാരിനോടുമൊക്കെ വലിയ രീതിയിൽ നിയമ പോരാട്ടം നടത്തി വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് റോബിൻ ഗിരീഷ്. അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ ബസ് ഉടമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബസ് ഉടമകളുടെ വിഷയങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനസേവകനാകാൻ തീരുമാനിച്ചു. എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആ നാടിൻ്റെ കൂടെ നിൽക്കാനേ ഞാൻ തീരുമാനിച്ചുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, താങ്കൾ സ്ഥാനാർത്ഥിയായി എന്നറിഞ്ഞു. ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഏവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു പാർട്ടിയുടെയും കൂടെയില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഒരു NDA സ്ഥാനാർത്ഥിയാവുമെന്നവരും UDFൻ്റെ സ്ഥാനാർത്ഥിയാവുമെന്നവർ രണ്ടുപേരും ചോദിച്ചതാണ്. ഇല്ല, ഞാൻ സ്വതന്ത്രനായിട്ട് പോയിക്കോളാം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ വിജയിച്ചൊരു മെമ്പറായാൽ, ഒരു പഞ്ചായത്ത് അംഗമായാൽ എന്തായിരിക്കും താങ്കളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ജനങ്ങൾ കണ്ടിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ രാവിലെ വെള്ളയിട്ട് ഇറങ്ങുന്നു, റോഡിൽ നിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ പഞ്ചായത്തിൽ പോയിരിക്കുന്നു, അവിടെ പഞ്ചായത്ത് ഭരണങ്ങൾ ചെയ്യുന്നു. ഞാൻ ആ ഒരു രംഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസുകളിലാണ്. കുറച്ച് ഏജൻറ്റുമാർ വരുന്നു, അവരവിടുത്തെ ഫയലുകൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ പൈസ മേടിക്കുന്നു, പോകുന്നു. അങ്ങനത്തെ ഒരു, കാരണം വേറെ ഒരു തൊഴിലില്ല, അവരുടെ തൊഴിലാണിത് എന്ന് പറഞ്ഞ പോലെ. പഞ്ചായത്തിൽ ചെന്നാൽ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം എല്ലാം തന്നെ അവിടെ ഉണ്ട്, വേറെ പണിക്കൊന്നും പോകുന്നില്ല, അവരുടെ ജോലിയാണിത്. പക്ഷേ ഞാൻ പഠിച്ചൊരു തൊഴിലുണ്ട്, ആ തൊഴിൽ ചെയ്യും. ആ തൊഴിൽ ചെയ്തതിന് ശേഷമേ ഞാൻ പോവുള്ളൂ. കാരണം എൻ്റെ വീട്ടിലോട്ടുള്ള അന്നം മുട്ടിക്കാൻ പറ്റില്ലല്ലോ. വാർഡ് മെമ്പറായെന്നും പറഞ്ഞ് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. മറ്റ് രാജ്യങ്ങളിലൊക്കെ, പുറം രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ജോലിക്ക് ശേഷമാണ് ഈ പൊതുപ്രവർത്തന രംഗത്ത് പോകുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ഞാനൊരു മെമ്പർ ആയാലും എൻ്റെ തൊഴിൽ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അതിലേക്ക് ഇറങ്ങുകയും, എന്നാൽ എൻ്റെ അംഗങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാനുള്ള കാര്യങ്ങൾ ഞാൻ സമ്മതിക്കില്ല. പിന്നെ പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുക്കാൻ മെമ്പറല്ല കൊടുക്കേണ്ടത്, അത് ആവശ്യക്കാരാണ്, അവരുടേതായ ആവശ്യങ്ങൾക്കാണ് പോകേണ്ടത്. അവരുടെ ആവശ്യങ്ങൾക്ക് പരാതി കൊടുക്കുകയോ ഇല്ല അപേക്ഷ കൊടുക്കുകയോ ചെയ്താൽ അതിന് താമസം ഇല്ലാതെ കാര്യങ്ങൾ നടക്കണം. അതെൻ്റെ നിർബന്ധമാണ്. അത് നടന്നില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഫയർ എഞ്ചിൻ ചെല്ലുന്ന പോലെ ഞാൻ ചെല്ലും. എനിക്കൊരു മാറ്റവുമില്ല. എൻ്റെ വാർഡിൽ ആരെങ്കിലും ഒരു വ്യക്തി ഒരു അപേക്ഷ പഞ്ചായത്തിൽ കൊടുത്താൽ അതിൻ്റെ കൃത്യമായ സമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കിട്ടിയിരിക്കണം. അത് കിട്ടുന്നില്ല എന്ന് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. എന്നെ കണ്ടു പറയാനൊന്നും ആരും പോരണ്ട. എൻ്റെ നമ്പർ എപ്പോഴും 24 hours ഞാൻ ഫോൺ എടുക്കും. കാര്യങ്ങൾക്ക് തീരുമാനമായില്ലെങ്കിൽ അത് നേരിട്ട് ഞാൻ ചെന്ന് അതിൻ്റെ ഏതറ്റം വരെ പോയി, ഏതറ്റം മീൻസ് അറിയാമല്ലോ, പിന്നെ അടുത്ത് ഞാൻ കോടതിയിലോട്ടാണ്. താമസം വരുത്തിയ ആ ഉദ്യോഗസ്ഥനെ ഏതറ്റം വരെ പോയാണെങ്കിലും ഞാനത് റെഡിയാക്കിയിട്ടേ വിടുകയുള്ളൂ. ഇത് കേട്ടാൽ ഉദ്യോഗസ്ഥർ താങ്കൾ ജയിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. എന്നെ ഈ നാടിനറിയാം. അത് എൻ്റെ കുറേ ഫോട്ടോയും ഫ്ലെക്സും ഒന്നും അടിച്ചു വെച്ചൊന്നും എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് 51 വയസ്സുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായ ഇവിടെ ഇന്ന് കൊച്ചു പിള്ളേർക്ക് വരെ ഫോണുണ്ട്. എല്ലാവരുടെയും ഫോണിലേക്ക് മെസ്സേജ് പോയി. ഏതൊരു മനുഷ്യനും ഒരു തീരുമാനം എടുക്കാൻ 1 അല്ല 2 മിനിറ്റ് മതി. ഒത്തിരി ഇതിൻ്റെ ഒന്നും ഈ കൊട്ടിക്കോഷത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ കാതടപ്പിക്കുന്ന രീതി മൈക്ക് അനൗൺസ്മെൻറ്റ് വെച്ച് തുടങ്ങുന്നുണ്ട്. എന്തിനു വേണ്ടി? ഇതാർക്ക് വേണ്ടി? ആരെയാണ് ഇവർ പേടിപ്പിക്കുന്നത്? ഈ വലിയ ബഹളം വെച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറയും. പക്ഷെ ഒരു നിയമ നടപടിയും സ്വീകരിച്ച് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇലക്ഷൻ നിന്നെന്നും പറഞ്ഞ് ശക്തിപ്രകടനങ്ങൾ കാണിക്കുന്നു, റോഡിൽ കാണിക്കുന്ന അംഗങ്ങളാണ്. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇവർ തടസ്സപ്പെടുത്തുന്നത്. അതൊക്കെ തെറ്റല്ലേ? അത്തരത്തിലുള്ള ഒരു ആർഭാടങ്ങളും ആഘോഷങ്ങളും ഉണ്ടായിരിക്കില്ല. ഒരുവിധ ആർഭാടവും ആഘോഷവും ഉണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ നാട്ടുകാർക്കറിയാം. സാധാരണഗതിയിൽ ഒരു പഞ്ചായത്തിലേക്ക് ഒരാൾ ജയിച്ചാൽ ആ വാർഡ് മെമ്പർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു എതിരായിട്ട് വോട്ട് ചെയ്ത ഒരാളാണെങ്കിൽ ആ ആൾക്ക് ഒരു കാര്യവും ചെയ്ത് കിട്ടുകയില്ല. ഇപ്പോൾ എനിക്ക് ഇവിടെ ഇതിന് മുന്നേ ഒരു ഉദാഹരണമുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച ആളിനെതിരെ ഞാൻ പ്രവർത്തിച്ചു. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയിലെ പോലെയാണ്. അപ്പുറത്തെ പാലത്തിൻ്റെ അവിടം വരെ ഒരു പദ്ധതി, അത് എൻ്റെ വീട് കഴിയുമ്പം അടുത്ത പദ്ധതി, ഇതിൻ്റെ ഇടയ്ക്കത്തെ ഒരു പദ്ധതി നമുക്കറിയത്തില്ല. നമ്മുടെ വീടിൻ്റെ അവിടെ പദ്ധതികളൊന്നുമില്ല, ഒരു പദ്ധതിയില്ല. അപ്പോൾ അത് കൊള്ളില്ലാത്ത ശീലമാണ്. ജയിച്ചാൽ ഞാൻ ആ വാർഡിൻ്റെ മെമ്പറായിരിക്കും. അതിൻ്റെ അത് പിന്നെ എനിക്ക് വോട്ട് ചെയ്ത ആൾ
എനിക്ക് വോട്ട് ചെയ്യാത്ത ആളെന്നുള്ളൊരു തോന്നലോ പരിപാടിയോ എനിക്കില്ല. ആർക്കും എൻ്റെ വാർഡുമാർക്ക് എന്നെ വിളിക്കാം. ഇനി തോറ്റുപോയാലും വിളിച്ചതും കൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ പറ്റുന്ന പണി ഞാൻ ചെയ്തു കൊടുക്കും. ഇന്ന് പത്രിക നൽകി പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എല്ലാവരും കാരണം എനിക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം എല്ലാം ഒത്തിരി ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതിലേക്ക് എനിക്ക് എല്ലായിടത്തോടെയും പോകാൻ പറ്റില്ല. അപ്പോൾ വണ്ടിയിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോവും. പിന്നെ പറ്റുന്ന പോലെയൊക്കെ എല്ലാവരെയും കാണും. പിന്നെ എല്ലാവരെയും ഫോൺ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഏറ്റവും മോശം ഒരു പ്രവണത ഞാൻ പറയുന്നത്, രാവിലെ സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നു, വീട് കയറ്റമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇത് തീർന്നു. പിന്നെ ഇവരെ കാണാൻ കിട്ടുകയില്ല. പിന്നെ നമ്മൾ അവരുടെ വീട് കയറണം. പിന്നെ ഈ സാധാരണക്കാരന് അവരുടെ വീട് കയറണം. ഇപ്പം തന്നെ എൻ്റെ എതിര് നിൽക്കുന്ന പല സ്ഥാനാർത്ഥിമാരും 2 റൗണ്ട് 3 റൗണ്ട് വീട് കയറി തീർന്നു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, നിനക്ക് വീട് കയറുമൊന്നും വേണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്കെന്തിനാ വീട് കയറുന്നത്? എൻ്റെ നാട്ടുകാർക്ക് എന്നെ അറിയാം. അത് നാട്ടുകാർക്ക് എൻ്റെ സേവനം വേണമെന്ന് തോന്നിയാൽ അവരെന്നെ ജയിപ്പിച്ച് വിടും. അല്ലെങ്കിലും അവരെൻ്റെ കൂടെ ഉണ്ടാവും. ഇതെൻ്റെ ഒരു രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തൊരു തുടക്കമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും, ഇതെൻ്റെ ഒരു തുടക്കമാണ്. ഞാൻ എന്താണ് എന്ന് ഞാനിവിടെ പ്രൂവ് ചെയ്ത് കാണിക്കണമെന്ന് എൻ്റെ ഒരു വാശി കൂടിയാണ്. എൻ്റെ നാട്ടിൽ തന്നെ ഈ പറഞ്ഞ പൊതുപ്രവർത്തകർ ചെയ്തു വെച്ചിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെ അത് കണ്ടാണ് പോകുന്നത്. 15 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഡാമാണ്. ആ ചെക്ക് ഡാം പണിയാൻ ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീർക്കാം എന്നുള്ളതാണ് എൻ്റെ കണക്ക്. ആ ചെക്ക് ഡാമാണ് 15 ലക്ഷം രൂപയ്ക്ക് പണിതിട്ട് അതിൻ്റെ ബാക്കി പൈസ എവിടേക്ക് പോയി? ആരുടെ എല്ലാം പോക്കറ്റുകളിൽ പോയി? ഇതെന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ ഇത് തൊട്ടപ്പുറത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. MP ആണ് അത് ഉദ്ഘാടനം ചെയ്തു പോലും. 10 ലക്ഷം രൂപ. ഇത് പൊതുജനത്തിൻ്റെ പൈസയല്ലേ? ഇത് അർഹതയില്ലാത്തവൻ്റെ കയ്യിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോകുന്നതിന് തടസ്സം ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. പിന്നെ പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഇത് മോഷ്ടിക്കാനാണ്. ഞാനതിന് കൂട്ടു നിൽക്കുകയില്ല. അത് ഞാൻ അനുവദിക്കുകയില്ല. നോക്കട്ടെ, ഈ നാട് നന്നാകുമെന്ന് ആരെങ്കിലുമൊക്കെ നോക്കണ്ടേ? ഇങ്ങനെ നല്ല രാഷ്ട്രീയക്കാരുണ്ടായിരുന്നെങ്കിൽ, അല്ലെ നല്ല പൊതുപ്രവർത്തകരുണ്ടായിരുന്നെങ്കിൽ ഈ നാടൊന്നും ഇങ്ങനെയൊന്നും അധപ്പതിക്കുകയില്ല. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. അത് ഇപ്പം തോൽവിയാണോ? അത് നമ്മൾ തോൽവി എന്ന് പറഞ്ഞാൽ അത് തോൽവിയൊന്നുമല്ല. തോൽവിയായിട്ട് ഞാൻ കൂട്ടുകയില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കും. വേണ്ടി വന്നാൽ അതിന് നിൽക്കാം. എനിക്കൊരു മടിയില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിലാണ് റോബിൻ ഗിരീഷ ജനവിധി തേടുന്നത്. അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. തന്നെ വിജയിപ്പിച്ചാൽ ഈ നാടിന് വേണ്ടി തനിക്ക് പലതും ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.